ഹലോ സ്റ്റുഡൻസ്, മെറ്റീരിയൽ കൺട്രോളിലെ ലെവൽ സെറ്റിങ്ങിൽ പ്രോബ്ലം നമ്പർ 4 നമ്മൾ ചെയ്യുന്നു. അപ്പോൾ പ്രോബ്ലം നമ്പർ 4 ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ച് ഡാറ്റ നമുക്ക് ആവശ്യമാണ്. മിനിമം ലെവൽ നമുക്ക് തന്നിട്ടുണ്ട്, മാക്സിമം ലെവൽ തന്നിട്ടുണ്ട്, നോർമൽ ലെവൽ തന്നിട്ടുണ്ട്, റീഓർഡർ പീരീഡ് തന്നിട്ടുണ്ട്, റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, നോർമൽ റീഓർഡർ പീരീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതില്ല. എല്ലാ ക്വസ്റ്റിനും ഇതിൽ എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. അതായത് മിനിമം, മാക്സിമം, നോർമൽ ഇത് നമുക്ക് തരാറുണ്ട്. പക്ഷേ റീഓർഡർ പീരീഡിൽ നോർമൽ റീഓർഡർ പീരീഡ് നമുക്ക് തരാറില്ല. ആ നോർമൽ റീഓർഡർ പീരീഡ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡ് ബൈ 2. അപ്പോൾ അതിവിടെ 10.5 തന്നിരിക്കുക. 10 + 5/2 15/2 എന്ന് പറയുമ്പോൾ 7.5 വരുന്നത്. ഇവിടെ 8 ഡേയ്സിന് ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ക്വസ്റ്റിലേക്ക് വരികയാണ്. കാൽക്കുലേറ്റ് ദ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, ആവറേജ് ലെവൽ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് റീഓർഡർ ലെവൽ കാണാൻ പാടില്ലേ. പക്ഷേ മിനിമം ലെവലും മാക്സിമം ലെവലും കാണണമെങ്കിൽ നമുക്ക് റീഓർഡർ ലെവൽ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ മിനിമം കൺസംഷൻ 200 യൂണിറ്റ്സ്, മാക്സിമം കൺസംഷൻ 300 യൂണിറ്റ്സ്, നോർമൽ കൺസംഷൻ 250 യൂണിറ്റ്സ് പെർ ഡേ, റീഓർഡർ പീരീഡ് 5 to 10 ഡേയ്സ്, റീഓർഡർ ക്വാണ്ടിറ്റി 2500 യൂണിറ്റ്സ്, നോർമൽ റീഓർഡർ പീരീഡ് 8 ഡേയ്സ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ നോർമൽ റീഓർഡർ പീരീഡ് തന്നുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കേണ്ടതായിട്ടില്ല. റീഓർഡർ ലെവൽ കാണാനുള്ള ഫോർമുല മാക്സിമം കൺസംഷൻ ടു മാക്സിമം റീഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ ഒറ്റ മെറ്റീരിയലുള്ളൂ. അപ്പോൾ പിന്നെ എക്സും വൈ ഒന്നും എഴുതേണ്ടതായില്ല. മാക്സിമം കൺസംഷൻ ടു മാക്സിമം റീഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ 300. ഓക്കെ, 300 ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് 10. 300 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ പറയും 300 ഇൻറ്റു 10 3000 യൂണിറ്റ്സ്. 3000 യൂണിറ്റ്സ് ആണ് ഇവിടുത്തെ റീഓർഡർ ലെവലായിട്ട് വരുന്നത്. റീഓർഡർ ലെവൽ 3000 യൂണിറ്റ്സ്. ഓക്കെ, അടുത്തത് മിനിമം ലെവലാണ്. മിനിമം ലെവൽ കാണാനുള്ള ഫോർമുല റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ടു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ ഈക്വൽസ് ഇട്ടിട്ട് നമുക്ക് പോവാം. റീഓർഡർ ലെവൽ ഇപ്പോൾ കണ്ടുപിടിച്ചു 3000 യൂണിറ്റ്സ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ 3000 മൈനസ് എന്നിട്ട് ബ്രാക്കറ്റ് തുടങ്ങി. നോർമൽ കൺസംഷൻ 250. നോർമൽ കൺസംഷൻ 250 ഇത് നോർമൽ റീഓർഡർ പീരീഡ് 8. നോർമൽ റീഓർഡർ പീരീഡ് 8. അപ്പോൾ 250 അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെ 250 × 8 4000 ആണ്. 250 × 8 2000 വരും. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. 250 × 8 2000. 2000 3000 എന്ന് കുറയ്ക്കാം. 2000 3000 എന്ന് പറയുമ്പോൾ എത്ര വരും? 1000 വരും. 1000 യൂണിറ്റ്സ് ആണ് എന്തായിട്ട് മിനിമം ലെവൽ വരുന്നത്. 1000 യൂണിറ്റ്സ്. ഓക്കെ, ദെൻ മാക്സിമം ലെവൽ കാണാനുള്ള ഫോർമുല റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ടു മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. റീഓർഡർ ലെവൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 3000 യൂണിറ്റ്സാണ് കണ്ടുപിടിച്ചത്. 3000 യൂണിറ്റ്സ്. ഓക്കെ, 3000 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടല്ല. റീഓർഡർ ക്വാണ്ടിറ്റി 2500. അപ്പോൾ 3000 2500 കൂട്ടുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് പറയണം? മിനിമം കൺസംഷൻ ടു മിനിമം റീഓർഡർ പീരീഡ് പറയണം. അപ്പോൾ മിനിമം കൺസംഷൻ എത്ര? മിനിമം കൺസംഷൻ തന്നിരിക്കുന്നത് 200 യൂണിറ്റ്സാണ്. 200 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് 5. 200 × 5. ഓക്കെ, എന്നിട്ട് അതിന് താഴെ നമ്മൾ നോക്കുമ്പോൾ 3000 പ്ലസ് 2500 അപ്പോൾ 5500 വരും. 5500 മൈനസ് 200 × 5. 200 × 5 എത്ര? 1000. 200 × 5 1000 ഈക്വൽസ് 5500 നിന്ന് 1000 കുറയ്ക്കുമ്പോൾ 4500. ഓക്കെ, 4500 യൂണിറ്റ്സ്. ഇതാണ് മാക്സിമം ലെവൽ വരുന്നത്. ഓക്കെ, മാക്സിമം ലെവൽ. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. 3 കാര്യങ്ങൾ ചെയ്തു. 3 കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? റീഓർഡർ ലെവൽ നമ്മളതൊന്ന് അതിൻ്റെ നമ്പറൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. 1 റീഓർഡർ ലെവൽ, ദെൻ 2 മിനിമം ലെവൽ. ഓക്കെ, 2 മിനിമം ലെവൽ, 3 മാക്സിമം ലെവൽ, 4 ആവറേജ് ലെവൽ. അപ്പോൾ മാക്സിമം ലെവൽ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയാണ്. ആവറേജ് ലെവൽ കാണാനായിട്ട് മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ എത്രയാണ്? മിനിമം ലെവൽ നമ്മളിവിടെ കണ്ടുപിടിച്ചു. 1000 യൂണിറ്റ്സ് ആണ് മിനിമം ലെവൽ. ഓക്കെ, 1000. അപ്പോൾ 1000 ഇൻറ്റു 1000 പ്ലസ് 1000 ഇൻറ്റു അല്ല 1000 പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി അല്ലേ. 1000 പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി 1/2. റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? റീഓർഡർ ക്വാണ്ടിറ്റി 2500. ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി 2500. അപ്പോൾ ഈ ഹാഫ് കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റു ഇട്ടേക്കാം. ഓക്കെ,
അപ്പോൾ 2500 പകുതി 1250 വരും. 2500 പകുതി 1250 പ്ലസ് 1000, അപ്പോൾ 2250 വരും. 2250 യൂണിറ്റ്സ്. 2250 യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കേട്ടോ. 4ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൽ പിന്നെ നമുക്ക് വേറെ കാൽക്കുലേഷനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.